ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിന് കൃത്യമായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അതിനൊരു ഹിസ്റ്ററി പറയാനുണ്ട്, അതിനുമപ്പുറം അവിടെ ഒരു എക്കണോമിക്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ഒരു യുദ്ധത്തിനെ പറ്റി മാത്രമല്ല, ലോകത്ത് ഇന്നുവരെ നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങൾക്കും ഒരു രാഷ്ട്രീയ വശവും ഒരു ചരിത്ര വശവും നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്തൊരു വശമാണ് യുദ്ധത്തിന്റെ സാമ്പത്തികം. വെൽക്കം ടു ദി എക്കണോമിക്സ് ഓഫ് വാർ. നമുക്കിപ്പോൾ അമേരിക്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും അമേരിക്ക ഡിഫൻസ് ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടൊരു 800-850 ബില്യൺ ഡോളേഴ്സ് സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ അവർക്ക് കൂടുതൽ തുക ചെലവഴിക്കേണ്ട ഒരു അവസ്ഥ വരും. അതിനായി അവർ കൂടുതൽ കടമെടുക്കണം. അത് അവരുടെ ധനക്കമ്മി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇറാഖ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഇടപെടൽ നടത്തിയ സമയത്ത് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അമേരിക്ക അതിന്റെ ഭാഗമായിട്ട് സ്പെൻഡ് ചെയ്തത്. ഇത് സാധാരണ ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? ഒന്നാമതായിട്ട് ജനങ്ങളുടെ നികുതി ഭാരം ഉയരും. മാത്രമല്ല, ഗവൺമെന്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന തുക വലിയ രീതിയിൽ കുറയാനും സാധ്യതയുണ്ട്. ഇത് കൂടാതെ തന്നെ ഭാവി തലമുറയുടെ മേല് ഒരു കടബാധ്യത കൊണ്ടിടാനും ഈ ഒരു യുദ്ധം വഴിവെക്കുന്നു. ഇപ്പൊ നടക്കുന്ന യുദ്ധം എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക ആഘാതം ഉണ്ടാക്കുക? നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്ന ലോകത്തൊരു പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ ഉറപ്പായിട്ടും അത് എണ്ണ വിലയെ ബാധിക്കും. നമ്മൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇത് കണ്ടതാണല്ലോ. അപ്പൊ എണ്ണ വില ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ ഡീസൽ വില ഉയർന്നതിന് കാരണമാകും. പെട്രോൾ ഡീസൽ വില ഉയർന്നാൽ അത് ഉറപ്പായിട്ടും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുകയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നത് വഴി വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയും മറ്റ് സാധനങ്ങളുടെയും വില കൂടുന്നതിലും ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അപ്പൊ 1000 കിലോമീറ്ററുകൾക്ക് അപ്പുറം നടക്കുന്ന ഒരു യുദ്ധമാണെങ്കിൽ പോലും അത് നമ്മളെയും ബാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഓഹരി വിപണികളിൽ വലിയ രീതിയിലുള്ള ഇടിവ സംഭവിക്കുന്നത് ജനങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണത്തിന്റെ വില ഉയരുന്നു, ഡോളർ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് മാറുന്നു. അതെല്ലാം നമ്മൾ വാർത്തകളിൽ കാണുന്നതാണ്. നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അത് രൂപയുടെ മൂല്യം ഇടിയുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഇറക്കുമതി ചിലവ് കൂടുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ലോക്ഹീഡ് മാർട്ടിൻ, റേത്തിയോൺ ടെക്നോളജി തുടങ്ങിയതെല്ലാം തന്നെ ഡിഫൻസ് കമ്പനികളാണ്. ഈ ഒരു കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് വലിയ രീതിയിൽ ഈ ഒരു സമയത്ത് കൂടുന്നതിനും കാരണമാകും. കൂടുതൽ ആൾക്കാരും ഇൻഫ്ലേഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും ചുരുക്കം ചില ആൾക്കാർക്കും ആ സമയത്തും നേട്ടം കൊയ്യാൻ അവസരം ഉണ്ടാകുന്നുണ്ട്. ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ മോഡേൺ വാർ, then follow the money.